ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു സിനിമയിലെ ഏറ്റവും ഇമോഷണലായ സീൻ നിങ്ങൾ സൗണ്ട് ഓഫ് ചെയ്ത് കാണുന്നു, അതേ ഫീല് കിട്ടുമോ? ഇല്ല. കാരണം സീനിൻ്റെ വൈകാരികമായ അടിത്തറ, അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന് പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ചിലപ്പോൾ 10 ഡയലോഗ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഒരു ചെറിയ മ്യൂസിക് ബീറ്റിന് തരാൻ കഴിയും. അത് കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ പിടച്ചിൽ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നു, വരാനിരിക്കുന്ന ട്രാജഡിയെക്കുറിച്ച് നമുക്ക് സൂചന തരുന്നു, പ്രണയത്തിൻ്റെ മധുരം നമ്മുടെ ഞരമ്പുകളിലേക്ക് പടത്തിവിടാൻ സഹായിക്കുന്നു. അതുപോലെ സിനിമയിലെ ഈ സൈലന്റ് കോൺവെർസേഷനെ, ആ ഇമോഷണൽ ത്രെഡിനെയാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി അടുത്ത് സംസാരിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. മലയാള സിനിമ മ്യൂസിക് ഒരു ക്യാരക്ടറായി മാറിയതിൻ്റെ പെർഫെക്റ്റ് ഉദാഹരണമാണ് 1989 വന്ന കിരീടം. ലോഹിദാസിന്റെ തിരക്കഥ, സിബി മലയാളിന്റെ സംവിധാനം, ലാലേട്ടന്റെ അഭിനയം, ഇതൊക്കെ ആ സിനിമയെ ഒരു ക്ലാസിക്കാക്കി, സമ്മതിച്ചു. പക്ഷേ സേതുമാധവൻ എന്ന ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും അവന്റെ നിസ്സഹായതയ്ക്കും ദേഷ്യത്തിനും ആഴം കൂട്ടിയത് ജോൺസൺ മാസ്റ്ററുടെ പശ്ചാത്തല സംഗീതമായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ അച്ഛന്റെ ആഗ്രഹം പോലെ ഒരു പോലീസ് ഇൻസ്പെക്ടറാകാൻ കൊതിക്കുന്ന സേതുമാധവന്റെ സീനുകളിൽ നമ്മൾ കേൾക്കുന്ന മുഴുവൻ പ്രതീക്ഷയുടെ സംഗീതമാണ്. എന്നാൽ എപ്പോഴോ സാഹചര്യങ്ങൾ അവനെ കീരിക്കാടൻ ജോസിന്റെ എതിരാളിയാക്കും. ആ മ്യൂസിക് പതിയെ മാറുന്നത് നമുക്ക് മനസ്സിലാകും. അവന്റെ ഓരോ സംഘടന രംഗങ്ങളിലും ഉയരുന്ന ആ ടെൻഷൻ നിറഞ്ഞ സംഗീതം അവന്റെ മനസ്സ് കൈവിട്ടു പോകുന്ന ഒരു വാണിംഗ് ആയിരുന്നു. കീരിക്കാടൻ ജോസുമായി കോർക്കുന്ന ഓരോ നിമിഷവും ആ BGM നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രഷറുണ്ട്. അത് സേതുമാധവന്റെ മാത്രം സംഘർഷമല്ല, സ്ക്രീനിന് പുറത്തുള്ള നമ്മുടെ കൂടി സംഘർഷമായി മാറുകയായിരുന്നു. കണ്ണീർ പൂവിന്റെ എന്ന ഗാനം ആ സിനിമയുടെ കഥയുമായി എത്രത്തോളം ബ്ലെൻഡ് ആയിരിക്കുന്നു നോക്കുക. അതൊരു പ്രണയഗാനം മാത്രമല്ല, സേതുമാധവന് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടാണ്. ഒടുവിൽ കീരിക്കാരനെ കൊലപ്പെടുത്തിയ ശേഷം തകർന്നു നിൽക്കുന്ന സേതുമാധവന്റെ അടുത്തേക്ക് തിലകൻ ചേട്ടന്റെ അച്യുതൻ നായർ എന്ന കഥാപാത്രം വരുമ്പോൾ പശ്ചാത്തലത്തിൽ ഒഴുകിയെത്തുന്ന ആ നെഞ്ചു പൊട്ടുന്ന ഒരു വയലിന്റെ സംഗീതമാണല്ലോ, അത് മാത്രം മതിയായിരുന്നു നമ്മുടെ കണ്ണു നിറയാൻ. ഒരു വാക്കു പോലും ഇല്ലാതെ ഒരു അച്ഛന്റെയും മകന്റെയും തകർന്ന സ്വപ്നങ്ങളെയാണ് ജോൺസൺ മാസ്റ്റർ ആ സംഗീതം കൊണ്ട് വരച്ചിട്ടത്. ഇവിടെ സംഗീതം വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, സേതുമാധവന്റെ തകർന്ന ആത്മാവിന്റെ ശബ്ദമാണ്. പുതിയ കാലത്തും സംഗീതം ഇതേ പണി എത്ര ഭംഗിയായി ചെയ്യുന്നു എന്നതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് പ്രേമം. 2015 പുറത്തു വന്ന ഈ സിനിമ ജോർജ് എന്ന ചെറുപ്പക്കാരന്റെ 3 കാലഘട്ടങ്ങളുടെ പ്രണയമാണ് കാണിച്ചത്. ഈ 3 കാലങ്ങളെ അവന്റെ മൂഡ് സിങ്സുകളെ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നതിന് രാജേഷ് മുരുകേഷിന്റെ സംഗീതം വഹിച്ച പങ്ക് വളരെ വലുതാണ്. സ്കൂൾ കാലത്തെ പ്രണയത്തിന് കൗമാരത്തിന്റെ കുസൃതിയും കളിയാക്കലും നിറഞ്ഞ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ കോളേജിൽ മലർമിസ്സുമല്ല പ്രണയത്തിന് കൂടുതൽ ഡെപ്തും പക്വതയുമുള്ള സംഗീതമാണ് നമ്മൾ കേൾക്കുന്നത്. മലരെ എന്ന ഒരു പാട്ട് മാത്രം മതിയായിരുന്നു പ്രണയത്തിന്റെ മുഴുവൻ തീവ്രതയും നമ്മളിലേക്ക് എത്തിക്കാൻ. പക്ഷേ ആ സിനിമയിലെ ഏറ്റവും ക്രൂഷ്യലായ സീൻ, മലറിന് ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് ജോർജ് തിരിച്ചറിയുന്ന നിമിഷം, അവിടെ പതിയെ ഉയർന്നു വരുന്ന ആ പശ്ചാത്തല സംഗീതം, അത് ജോർജിന്റെ ഹൃദയം പൊട്ടുന്ന ശബ്ദമാണ് നമ്മളെ കേൾപ്പിച്ചത്. ഒരു ഡയലോഗിനും അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. നിവിൻ പോളിയുടെ മുഖത്തെ ഭാവങ്ങളെക്കാൾ ചിലർക്കെങ്കിലും മനസ്സിൽ വന്ന് തറച്ചത് ആ മ്യൂസിക് ആയിരുന്നു. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിലേക്ക് വരാം. 1991 ഇറങ്ങിയ കമൽഹാസന്റെ ക്ലാസിക് പടമായ ഗുണയിലെ കൺമണി അൻപോട് കാതൻ എന്ന പാട്ട് ഒരുപക്ഷെ ആ സിനിമ കാണാത്ത പുതിയ തലമുറയ്ക്ക് പോലും വന്ന് മനപ്പാഠമാണ്. ഇത്രയും വർഷം അതൊരു പ്രണയഗാനമായിരുന്നു. എന്നാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ അതേ പാട്ട് സൗഹൃദത്തിന്റെ ഏറ്റവും പുതിയ, അതായത് പവർഫുൾ നിമിഷം കാണിക്കാൻ അത് ഉപയോഗിച്ചു. അപകടത്തിൽപ്പെട്ട കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ക്ലൈമാക്സിൽ ഈ പാട്ട് വരുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ കംപ്ലീറ്റ് ആയി മാറിപ്പോയി. പഴയ തലമുറയ്ക്ക് അത് കമൽഹാസന്റെ ഗുണയുടെ നൊസ്റ്റാൾജി ആയിരുന്നെങ്കിൽ പുതിയ തലമുറയ്ക്ക് അത് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ആന്തമായി മാറി. ഒരേ പാട്ട് സന്ദർഭം മാറുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നത് എന്നതിന്റെ ബ്രില്യന്റ് ഉദാഹരണം ഒന്നാണ് ഈ സോങ്. ചില സിനിമകളിൽ സംഗീതം പശ്ചാത്തലത്തിൽ ഒതുങ്ങാത്ത കഥ പറയുന്ന മെയിൻ ക്യാരക്ടറായി മാറാറുണ്ട്. ഡയലോഗുകൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മ്യൂസിക് നമ്മോട് പറയും. ഈ പരിപാടി ഒരു മാസ്റ്ററായി നമ്മളെ ഈയിടയ്ക്ക് വിട്ടുപോയ SP വെങ്കടേഷ്. രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രത്തിന് അദ്ദേഹം കൊടുത്ത തീം മ്യൂസിക്, അതൊരു ഗൂസ് ബംസ് ഒക്കെ അതിൽ എന്താ പറയുക, ആ കഥാപാത്രത്തിന്റെ മാസും പവറും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ആ BGM നിർണായകമാണ്. അതുപോലെ സ്ഫടികത്തിലെ ആടുതോമയുടെ ദേഷ്യത്തിനും സങ്കടത്തിനും ജീവൻ നൽകിയത് അദ്ദേഹത്തിന്റെ സംഗീതമാണ്. 90കളിൽ ജോൺസൺ മാസ്റ്ററെ പോലെ തന്നെ പശ്ചാത്തല സംഗീതത്തിൽ കുടുങ്കാറ്റായിരുന്നു SP വെങ്കടേഷ്. ധ്രുവം, കൗരവർ തുടങ്ങിയ സിനിമകളിലെ ഇമോഷണൽ സീനുകൾക്ക് അദ്ദേഹം കൊടുത്ത സംഗീതം ആ സിനിമകളെ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ നിലനിർത്തുന്നു. മാസ് ആക്ഷൻ സിനിമകളുടെ സ്പീഡിനിടയിലും മനുഷ്യന്റെ ഉള്ളിലെ വേദനയെ തൊട്ടുണർത്താൻ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന് കഴിഞ്ഞിരുന്നു. ഇന്നത്തെ പോലെ ടെക്നോളജി ഇല്ലാത്ത കാലത്ത് സിനിമയുടെ റീലുകൾ കണ്ട് അതിനനുസരിച്ച് ലൈവായി ഓർക്കസ്ട്ര വെച്ച് സംഗീതം ഒരുക്കുന്ന വലിയൊരു ചലഞ്ചായിരുന്നു. പക്ഷേ SP വെങ്കടേഷിനെ പോലുള്ളവർ ആ വെല്ലുവിളിയെ വളരെ ഈസിയായി മറികടന്നു. പുതിയ സിനിമകളിലേക്ക് വന്ന ജെല്ലിക്കെട്ട് പോലുള്ള സിനിമകളിൽ സൗണ്ടിനെ എത്ര പരീക്ഷണാത്മകമായി ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരുന്നു. മനുഷ്യന്റെ ഉള്ളിലെ ആ ബീസ്റ്റ് മൂഡിനെ, ഒരു ആൾക്കൂട്ടം എങ്ങനെ കൺട്രോൾ നഷ്ടപ്പെട്ട ശക്തിയായി മാറുന്നു എന്ന് കാണിക്കാൻ സിനിമയുടെ തുടക്കം മുതലേ അതിന്റെ ഉടക്കം വരെ നമ്മുടെ ഒരുതരം ട്രാൻസിലേക്ക് കൊണ്ടുവന്ന് അതിലെ ഒരു പ്രത്യേകതരം പെർക്കഷൻ ബീറ്റുകളാണ്. അവിടെ സംഗീതം ഒരു ഡെക്കറേഷൻ അല്ല, കഥയുടെ നട്ടലാണ്. അതുപോലെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ നാടൻ പാട്ടിന്റെ ഒരു നാടൻ വൈബുള്ള സംഗീതം ആ സിനിമയുടെ ഗ്രാമീണതയും മഹേഷിന്റെ പ്രതികാരവും വളരെ ഓർഗാനിക്കായി നമ്മളിലേക്ക് എത്തിച്ചു. അപ്പൊ കിരീടത്തിലെ സേതുമാധവന്റെ വേദന മുതൽ പ്രേമത്തിലെ ജോർജിന്റെ പ്രണയം വരെ മ്യൂസിക് എങ്ങനെയാണ് നമ്മുടെ സിനിമ എക്സ്പീരിയൻസിനെ കംപ്ലീറ്റ് ആയി മാറ്റുന്നതെന്ന് നമുക്ക് കണ്ടു. ജോൺസൺ മാഷ്, SP വെങ്കടേഷ്, രാജേഷ് മുരുകേശൻ, സുശീൽ ശ്യാം തുടങ്ങിയ സംഗീത സംവിധാനം വെറും ട്യൂൺ ഉണ്ടാക്കുന്നതല്ല, അവർ സിനിമയുടെ ഇൻവിസിബിൾ ആർക്കിടെക്റ്റുകളാണ്. പലപ്പോഴും സിനിമയിലെ സ്റ്റാർസിനും ഡയറക്ടർമാർക്കും കിട്ടുന്ന വലിയ കയ്യടികളുടെ അംഗീകാരങ്ങളുടെ നിഴലിൽ ഈ പ്രതിഭകൾ ഒന്ന് ഒതുങ്ങിപ്പോകാറുണ്ട്. അതുകൊണ്ട് ഒരു സിനിമ കണ്ട് നിങ്ങൾ കരയുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ രോമാഞ്ചം കൊള്ളുകയോ ചെയ്യുമ്പോൾ ഒരു നിമിഷം ഓർക്കുക, നിങ്ങളെ സ്വാധീനിച്ച ആ നടന്റെ പെർഫോമൻസ് മാത്രമല്ല,
നിങ്ങളുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തി ആ സംഗീതം കൂടാണ്. കാരണം ഒരു സിനിമ ഓർക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ഡയലോഗോ സീനോ ആയിരിക്കില്ല, പകരം നമ്മളെ വേറെ ഏതോ ലോകത്തേക്ക് കൊണ്ടുപോയ ആ മ്യൂസിക് ആയിരിക്കും. പെട്ടെന്ന് മനസ്സിൽ വന്നുപോയ കുറച്ച് ആളുകളുടെ കാര്യം മാത്രമേ ഈ വീഡിയോ പറഞ്ഞു പോയിട്ടുള്ളൂ. പറയാൻ വിട്ടുപോയ മലയാള സിനിമയിലെ സംഗീത പതിവുകൾക്ക് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സംഗീതം ആസ്വദിക്കൂ, സിനിമകൾ കണ്ടുകൊണ്ടേയിരിക്കും. താങ്ക് യു.